ഹായ് ഓൾ, ഞാൻ നസ്രീൻ. ഞാൻ നിങ്ങൾക്കിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് BA ഹോണേഴ്സ് പേപ്പർ ആയിട്ടുള്ള BSOC 101. ഇത് നമ്മുടെ BA കോഴ്സിലെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പേപ്പറാണ്. ഓക്കെ, പേപ്പറിൻ്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ളതാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്നുള്ളതാണ് നമ്മളുടെ പേപ്പറിൻ്റെ പേര്. ഈ ഒരു പേപ്പറിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ബ്ലോക്സുകളിലായിട്ട് 14 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു 3 ബ്ലോക്സ്, അതേപോലെ തന്നെ ഓരോ ബ്ലോക്സിലും വരുന്ന യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ്, ഈ ഒരു പേപ്പറിൽ ഓവറോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ യൂണിറ്റുകളിലായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലോക്ക് 1 നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഈ ഒരു ബ്ലോക്കിൽ 2 യൂണിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സോഷ്യോളജി എന്താണ് എന്ന് അറിഞ്ഞു വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന കുട്ടികൾക്ക് സോഷ്യോളജിയുടെ ബേസിക് കൺസെപ്റ്റ് മുതൽ മനസ്സിലാക്കി തരാനാണ് ഈ ഒരു പേപ്പർ ശ്രമിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സോഷ്യോളജി ആസ് എ സബ്ജക്റ്റ്, അതിൻ്റെ ഒരു നാച്ചർ എന്താണ്, അതേപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിന്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ്. നമുക്കറിയാം സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണ് അല്ലേ. അപ്പോൾ മറ്റു സോഷ്യൽ സയൻസുകളായിട്ടുള്ള ഹിസ്റ്ററി, സൈക്കോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി പോലെയുള്ള സോഷ്യൽ സയൻസുകളുമായിട്ട് എങ്ങനെയാണ് സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ബ്ലോക്ക് 2 നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ സോഷ്യോളജിയിൽ വരുന്ന ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതിലെ ഓരോ ഈ ഒരു 3 ബ്ലോക്സിലായിട്ട് 14 യൂണിറ്റ്സുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ യൂണിറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ, മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു വേർഡ്. സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുക, അതായത് സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. അങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതായത് സൊസൈറ്റിയെ കുറിച്ചിട്ട്, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു, അതായത് സയൻറ്റിഫിക്കലി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി. ബ്ലോക്ക് 1 2 യൂണിറ്റ്സ് ആണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി എന്നുള്ളതാണ്. അതായത് നമ്മൾ ആസ് എ സോഷ്യോളജി സ്റ്റുഡൻറ്റ് നമ്മൾ സൊസൈറ്റിയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു മലയാളം വരുന്നത് നരവംശാസ്ത്രം എന്നുള്ളതാണ്. അതായത് ആന്ത്രോപോളജി നമ്മൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താണ് പഠിക്കുക, അതായത് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് സിൻസ് ദെയർ അപ്പിയറൻസ് ഓഫ് ദിസ് എർത്ത്. അതായത് ഹ്യൂമൻ ബീയിങ്സ് ഈ ഒരു ഭൂമിയിൽ ഉണ്ടായ അന്ന് മുതലുള്ള അവരുടെ ബിഹേവിയേഴ്സും, അതേപോലെ തന്നെ എങ്ങനെയാണ് കൾച്ചർ ഉണ്ടായത്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആന്ത്രോപോളജിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ അതിൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 3 മുതൽ യൂണിറ്റ് 7 വരെ വരുന്നത് ബ്ലോക്ക് 2 ബ്ലോക്ക് 2 യൂണിറ്റ് 3 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രോപോളജി. നമ്മൾ പറഞ്ഞു ആന്ത്രോപോളജി നരവംശാസ്ത്രം. ഓക്കെ, ആ ഒരു നരവംശാസ്ത്രവും സോഷ്യോളജിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 4 വരുമ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 5ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്യും. ഇനി 6ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 7 വരുമ്പോൾ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മറ്റ് സയൻസുകളുമായിട്ട് മറ്റു സോഷ്യൽ സയൻസുകളുമായിട്ട് സോഷ്യോളജിക്ക് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു
ബന്ധങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 7 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 8 വരുന്നത് കൾച്ചർ ആൻഡ് സൊസൈറ്റി, യൂണിറ്റ് 9 സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി, യൂണിറ്റ് 10 അസോസിയേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിറ്റ് 11 സ്റ്റേറ്റ് ആൻഡ് റോൾ, യൂണിറ്റ് 12 സോഷ്യലൈസേഷൻ, യൂണിറ്റ് 13 സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, യൂണിറ്റ് 14 സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച്. ഇതൊക്കെ നമ്മുടെ സോഷ്യോളജിയിൽ വരുന്ന ബേസിക് കൺസെപ്റ്റുകളാണ്. കൾച്ചർ, സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി, അസോസിയേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, സോഷ്യോളജിക്കലി എങ്ങനെയാണ് ഈ കൺസെപ്റ്റ്സുകൾ, എങ്ങനെയാണ് നമ്മൾ സോഷ്യോളജിക്കലി ഈ ഒരു കൺസെപ്റ്റുകളെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ്, റോള്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ് ആണ്. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, സൊസൈറ്റിയിൽ നമുക്കറിയാം ഓരോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അസോസിയേഷൻസ് ആയിക്കോട്ടെ, ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഒക്കെ അതിന് ഓരോ സ്ട്രക്ചറും ഫംഗ്ഷനും ഉണ്ടാവും അല്ലേ സൊസൈറ്റിയിൽ. ഇതൊക്കെ സൊസൈറ്റിയുടെ വേരിയസ് പാർട്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കമ്മ്യൂണിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അസോസിയേഷൻസ്, സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ സ്ട്രക്ചറും ഫംഗ്ഷനും നമ്മൾ 13ാമത്തെ യൂണിറ്റിൽ പഠിക്കും. പിന്നെ സോഷ്യൽ കൺട്രോൾ, ചേഞ്ച് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ നമുക്കറിയാം. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ സോഷ്യൽ കൺട്രോൾ വേണം. അതേപോലെ തന്നെ ഒരു സൊസൈറ്റി എപ്പോഴും ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമ്മുടെ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള ഒരു ജസ്റ്റ് ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ തിങ്കിങ് സോഷ്യോളജിക്കലി എന്നാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് വരുന്നത്. ഓക്കെ, അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് സോഷ്യോളജിക്കലി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ എവറിഡേ ലൈഫിനെ നമ്മൾ മനസ്സിലാക്കുക, അതേപോലെ തന്നെ സോഷ്യോളജിയും മറ്റ് ഡിസിപ്ലിൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ നമ്മുടെ എവറിഡേ റിയാലിറ്റിയിലേക്ക് ഒരു സോഷ്യോളജിക്കലി നമ്മൾ എങ്ങനെ നോക്കും എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഒക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഈ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ സോഷ്യോളജിയുടെയും അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ തിയറീസിൻ്റെയും എമർജൻസ് നോക്കും. അതേപോലെ തന്നെ സോഷ്യോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് എമർജ് ചെയ്ത് വരാനുള്ള കാരണമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, എൻലൈറ്റ്മെന്റ് പോലെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മുടെ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ അതിൻ്റെ എമർജൻസിന് കാരണമായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുക. പിന്നെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസ്, അതേപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ വേരിയസ് ഡെവലപ്മെന്റൽ ഫേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ കുറച്ച് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആന്ത്രോപോളജിസ്റ്റുകളെ, മോർഗൻ, അതേപോലെ തന്നെ ടൈലർ തുടങ്ങിയിട്ടുള്ള കുറച്ച് മാത്രം ആന്ത്രോപോളജിസ്റ്റുകളെ നമ്മളിവിടെ പരിചയപ്പെടും. അതേപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി, മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസ്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 2 വരുന്നത്. ഓക്കെ, നമ്മൾ സോഷ്യോളജിയുടെയും സൈക്കോളജിയുടെയും കൺസെപ്റ്റുകൾ ബോത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു പുതിയ ഡിസിപ്ലിൻ എമർജ് ചെയ്യും. അതാണ് സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതൊരു പുതിയ ഡിസിപ്ലിൻ ആണ്. ഈ ഒരു സോഷ്യോളജിയും സൈക്കോളജിയും രണ്ടിലുള്ള കൺസെപ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ന്യൂ ഡിസിപ്ലിൻ എമർജ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 4ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഹിസ്റ്ററിയുടെയും അതേപോലെ തന്നെ സോഷ്യോളജിയുടെയും ഡെഫിനിഷൻ, രണ്ടും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ രണ്ട് ഡിസിപ്ലിൻസും തമ്മിലുള്ള ഡിഫറൻസസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റ് വരും. ഈ ഒരു സോഷ്യോളജിയും ഹിസ്റ്ററിയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്കം ആയിട്ട് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ വരും. അതിനെ
കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 7ലേക്ക് വരുമ്പോൾ അവിടെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് നോക്കും. അതേപോലെ തന്നെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന പുതിയൊരു ഡിസിപ്ലിൻ അവിടെ എമർജ് ചെയ്യും. അതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ യൂസ് ചെയ്യുന്ന മെയിൻ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അതിൽ വരുന്ന മെയിൻ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ കൾച്ചർ ആൻഡ് സൊസൈറ്റി. നമ്മുടെ സോഷ്യോളജിയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് കൾച്ചറും സൊസൈറ്റിയും. അത് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ സോഷ്യോളജിക്കലി മനസ്സിലാക്കും. അതേപോലെ തന്നെ കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ ബയോളജി, സിവിലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കൾച്ചർ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതും കുറച്ച് കൾച്ചറൽ ട്രെയ്റ്റ്സും ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരുന്ന മെയിൻ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, മൾട്ടി കൾച്ചറലിസം പോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. 9ാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നുള്ളതും കമ്മ്യൂണിറ്റി എന്നുള്ളതും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. കാരണം കമ്മ്യൂണിറ്റിയുടെയും സോഷ്യൽ ഗ്രൂപ്പിന്റെയും ഡെഫിനിഷനും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വേരിയസ് എലമെന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ തന്നെ മേജർ കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, നാച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10ാമത്തെ യൂണിറ്റ് അസോസിയേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അസോസിയേഷൻസ് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ 10ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ സൊസൈറ്റിയിലുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് അസോസിയേഷൻസിനെ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പെർസ്പെക്റ്റീവുകളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് 10th യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് യൂണിറ്റ് 11ൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. സ്റ്റാറ്റസ് ആൻഡ് റോൾ, അതായത് സ്റ്റാറ്റസും റോളും നമ്മുടെ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാറ്റസും റോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കും. അതായത് ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റി അനുവദിച്ച് നൽകുന്ന ഒരു പൊസിഷനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയാം. ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അയാൾ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് റോൾ എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റസുകളെ കുറിച്ചിട്ട്, അതേപോലെ റോൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റോളിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന രണ്ട് അപ്രോച്ചുകൾ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോൾസ്, അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സൊസൈറ്റിയിലുള്ള റോൾസ് തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. 12ാമത്തെ യൂണിറ്റ് സോഷ്യലൈസേഷൻ. അവിടെ നമ്മൾ സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ സോഷ്യലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള കുറച്ച് മെയിൻ തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ, ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ, അതേപോലെ ഈ ഒരു ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 13ലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യോളജിയിൽ വരുന്ന മെയിൻ പെർസ്പെക്റ്റീവ്സ് ആണ് ഫങ്ഷണലിസം, സ്ട്രക്ചറലിസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അതായത് ഫങ്ഷണലിസം എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിമൈസസ് നമ്മൾ
എക്സ്പ്ലെയിൻ ചെയ്യും. അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിൽ ഫങ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ റെലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ റാഡ്ക്ലിഫ്, ബ്രൗൺ, മാലിനോസ്കി, പാഴ്സൺസ് പോലെയുള്ള കുറച്ച് തിങ്കേഴ്സിന്റെ തിയറിറ്റിക്കൽ അപ്രോച്ചുകളും കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, യൂണിറ്റ് 14 എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് വരുന്നത്. ഈ രണ്ട് കൺസെപ്റ്റുകളും തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു സോഷ്യൽ കൺട്രോളും സോഷ്യൽ ഓർഡറും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ സോഷ്യൽ കൺട്രോളിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഏജൻസീസ്, അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ളത്, സോഷ്യൽ ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേരിയസ് അപ്രോച്ചസ്, അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ഓരോ യൂണിറ്റ്സ് ആയിട്ട് ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.